കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യം, അവൻ നിലത്ത് വീണ്, സൗലേ സൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് അവന് ഉത്തരവും കിട്ടി. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ ശൗൽ എന്ന് പറയുന്നവൻ യേശുക്രിസ്തു സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശിഷ്യന്മാർ ആ ഒരു യെരുശലേമിലും ദമസ്കുവിലും എല്ലാം സുവിശേഷം പെട്ടെന്ന് അങ്ങ് പരന്നു. ആ ഒരു സുവിശേഷം പരന്നപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് സൗൽ എന്ന ഒരു യൗവനക്കാരൻ മഹാപുരോഹിതൻ്റെ കരങ്ങളിൽ നിന്ന് അധികാരപത്രവും വാങ്ങിയിട്ട് ദമസ്കുസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്ത് കടക്കുവാൻ പോലും ദൈവം അനുവദിച്ചില്ല. അതിൻ്റെ പടിക്കൽ വെച്ച് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു വല്ലാത്തൊരു പ്രകാശം അവന് ചുറ്റുമിന്നുകയും ആ പ്രകാശം താങ്ങാൻ വയ്യാതെ അവൻ നിലത്തു വീഴുകയും ചെയ്തു. അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ഒരു പ്രകാശത്തിൻ്റെ നടുവിൽ നിന്ന്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് കേൾക്കുന്ന ഒരു ശബ്ദവും അവൻ കേട്ടു. പക്ഷെ നിലത്ത് കിടന്നും കൊണ്ട് അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന് നിമിത്തം അടിയും ഇടികളും കൊള്ളുന്നവരും കൊല്ലപ്പെടുന്നവരും ജയിലിൽ കിടക്കുന്നവരും ഇങ്ങനെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർക്കൊക്കെ എന്ത് ചെയ്താലും അത് ഇവരെ തന്നെ ഉപദ്രവിക്കുന്നതല്ല, അത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത്. ഇന്ന് ചർച്ചിൽ പോകുന്നവരെ കാണുമ്പോൾ ചീത്ത പറയുന്നവരുണ്ട്, ഒരുങ്ങിക്കെട്ടി പോകുന്നു എന്ന്. എന്നോടും ഒരിക്കൽ ഒരു പിതാവ് പറഞ്ഞു, നീ മോശമായ ഒരു ജീവിതത്തിനല്ലേ ബൈബിളും കൊണ്ട് ചർച്ചിൽ പോകുന്നതെന്ന്. അങ്ങനെ എന്നെ മോശമായിട്ട് പറഞ്ഞ ഒരു ദിവസമുണ്ടായിരുന്നു. പ്രിയ ദൈവ പൈതലെ, അതേപോലെ ദൈവത്തിനെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ പലവിധമായ ഒരു ദുർവർത്തമാനങ്ങളും വേണ്ടാത്ത വാക്കുകളും, ചിലപ്പോൾ അടിയും, ചിലപ്പോൾ കൊല്ലപ്പെടുകയോ ചിലപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെടുകയോ എന്ത് ചെയ്താലും അത് ഒന്നും നമ്മെ ഉപദ്രവിക്കുന്നതല്ല. ഇവിടെ യേശു ചോദിക്കുന്നതാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് അവരെ അല്ല നിങ്ങൾ ഉപദ്രവിക്കുന്നത്, അത് യേശുവെയാണ് ഉപദ്രവിക്കുന്നത്. ഒരിക്കലും അത് ദൈവം സഹിക്കയില്ല. ഇന്ന് യേശുവിനെ സ്വീകരിച്ചതിന് നിമിത്തം വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരുണ്ട്, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരുണ്ട്, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി വയ്ക്കുന്നവരുണ്ട്. ഇങ്ങനെ ഉള്ളവർക്കെല്ലാം കർത്താവ് നിർബന്ധമായിട്ടും മിണ്ടാതിരിക്കത്തില്ല. ഈ ശൗലിനെ ഒരു ദിവസം സന്ദർശിച്ചതുപോലെ അവരെ സന്ദർശിക്കും. അതുകൊണ്ട് സുവിശേഷത്തിന് നിമിത്തം പാടുപെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ പടുന്ന ആ ഒരു ഉപദ്രവം നിങ്ങൾ അല്ല വഹിക്കുന്നത്, അത് ക്രിസ്തുവാണ് വഹിക്കുന്നത് എന്ന് നാം അറിയണം. ഈ കാര്യമെന്ന് പറഞ്ഞാൽ നാം വസിക്കുന്ന മന്ദിരമായ ഈ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം നമുക്കോ നമ്മുടെ ആത്മാവിനോ സ്വന്തമല്ല, കർത്താവ് വാസം ചെയ്യേണ്ട ഒരു മന്ദിരം. ഈ മന്ദിരത്തെ ഉപദ്രവിക്കുമ്പോൾ കർത്താവ് ഒരിക്കലും ചുമ്മാ ഇരിക്കത്തില്ല. അതുമല്ല, ഈ വചനം കേട്ടവർ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ ഈ ദിവസത്തിൽ മാനസാന്തരപ്പെടേണ്ട ഒരു കൃപ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തിന് നിമിത്തം ഇന്നും ഉപദ്രവപ്പെടുന്ന അനേക കർത്താവേ ആയിരങ്ങളുണ്ട്. ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും അതേപോലെ ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട് കണ്ണുനീരിൻ്റെ പാതയിൽ കൂടെ പുറന്തള്ളപ്പെട്ടവരായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങ് ഇന്നും ജീവിക്കുന്നു എന്ന് ഈ വചനം പറയുമ്പോൾ അവർ ധൈര്യത്തോട് മുമ്പോട്ട് പോകാനുള്ള ഒരു കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുമല്ല കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ദൈവമക്കളെ ആവശ്യമല്ലാതെ ഉപദ്രവിക്കുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുകയോ ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ മാനസാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിൽ വരുവാനും അവർക്കും കൃപ നൽകണമേ. ദൈവമേ, ഓരോരുത്തരെയും കർത്താവേ അങ്ങയുടെ ദൈവമേ വഴി നടത്തി ഓരോരുത്തരെയും അങ്ങയുടെ രാജ്യത്തിന് നേരായി വഴി നടത്തണമേ. അതിനായി ഇവരെ ദൈവമേ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.